എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരിലേക്ക് സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശന നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിരവധി വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന അലോട്ട്മെൻറ്റാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ്. അത് നാളെ പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഫീ, അതുപോലെ തന്നെ കോളേജ് ജോയിനിങ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളുടെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യണം. ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യണം. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന ആ വാർത്തയിലേക്ക് തന്നെ കടക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ത് ചെയ്യും? നാളെ വൈകുന്നേരം പ്രസിദ്ധീകരിക്കും. ട്രയൽ അലോട്ട്മെൻറ്റ് വന്നത് 5 മണിക്കായിരുന്നു. നിരവധി വിദ്യാർത്ഥികൾക്ക് 5 മണിക്ക് അലോട്ട്മെൻറ്റ് വന്നെങ്കിലും 6, 7 മണി, 8 മണിയൊക്കെ ആയിക്കഴിഞ്ഞാണ് പലർക്കും കിട്ടിയത്. കാരണം സൈറ്റിൻ്റെ ഇഷ്യൂ വന്നിരുന്നു. അപ്പോൾ അങ്ങനെ വന്നിരുന്നു. ചിലർക്ക് രാത്രി 10 മണിക്കൊക്കെയാണ് കിട്ടിയത്. വാട്ട് എവർ. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നാളെ വൈകുന്നേരം 5 മണിക്ക് പുറത്ത് വിടും. അപ്പോൾ അഡ്മിഷൻ ഷെഡ്യൂൾ പ്രകാരം നാളെയാണ് പുറത്ത് വിടുന്നത്. നാളെ 5 മണിക്കാണ് പുറത്ത് വിടുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഫീ, അതുപോലെ തന്നെ കോളേജ് ജോയിനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥികളുടെ സംശയങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. യൂണിവേഴ്സിറ്റി ഫീ, അതായത് പല വിദ്യാർത്ഥികൾക്കും ട്രയൽ അലോട്ട്മെൻറ്റ് വന്നപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിനടിയിൽ ഞാൻ ശ്രദ്ധിച്ചൊരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, പലർക്കും ഇഷ്ടപ്പെട്ട കോളേജ് കിട്ടി, ഇഷ്ടപ്പെട്ട കോളേജും കിട്ടി, ഇഷ്ടപ്പെട്ട കോഴ്സും കിട്ടി. എന്നാൽ ഇനി അവർക്ക് പേടിയാണ്. സാർ, ഈ വന്ന അലോട്ട്മെൻറ്റ് ട്രയലല്ലേ, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അല്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? ഫസ്റ്റ് കിട്ടിയാലല്ലേ എനിക്കതുകൊണ്ട് കാര്യമുള്ളൂ. ട്രയൽ കിട്ടിയത് കൊണ്ട് എന്തില്ലല്ലോ, എനിക്ക് ആ കിട്ടിയത് കൊണ്ട് കാര്യമില്ലല്ലോ. ശരിയാണ്, ട്രയൽ കിട്ടിയത് കൊണ്ടൊന്നുമില്ല. ട്രയലിൽ നിങ്ങൾക്ക് 1ാമത്തെ ഓപ്ഷൻ കിട്ടിയാലും 20ാമത്തെ ഓപ്ഷൻ കിട്ടിയാലും എത്രാമത്തെ ഓപ്ഷൻ കിട്ടിയാലും ഒരു കാര്യമില്ല. ഇനി ട്രയൽ കിട്ടിയിട്ട് ഫസ്റ്റിൽ കിട്ടാതെ പോയി കഴിഞ്ഞാൽ അതിലും വലിയ സങ്കടം വിദ്യാർത്ഥിയെ സംബന്ധിച്ച് വേറെ ഇല്ല. അത് നേരെ തിരിച്ചായിരുന്നെങ്കിൽ ചിന്തിക്കുന്ന പല വിദ്യാർത്ഥികളും ഉണ്ട്. അപ്പോൾ ഒക്കെ നാളെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജും ആഗ്രഹിക്കുന്ന കോഴ്സും കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. യൂണിവേഴ്സിറ്റി ഫീ, കോളേജ് ജോയിനിങ്. യൂണിവേഴ്സിറ്റി ഫീ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കൊരു സീറ്റ് ലഭിച്ചു. നിങ്ങൾക്ക് പരമാവധി 20 ഓപ്ഷൻ വരെ കൊടുക്കാം. 1ാമത്തെ ഓപ്ഷൻ ലഭിച്ചാലും അതുപോലെ തന്നെ 20ാമത്തെ ഓപ്ഷൻ ലഭിച്ചാലും നിങ്ങൾ എന്ത് തന്നെ ചെയ്യണം? യൂണിവേഴ്സിറ്റി ഫീ നിങ്ങൾ അടയ്ക്കേണ്ടതാണ്. കഴിഞ്ഞ വർഷം 975 രൂപയെങ്ങാണ്ടായിരുന്നു ജനറൽ കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക്. SC/ST വിദ്യാർത്ഥിയായപ്പം SC/ST കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥിക്ക് 925 ആയിരുന്നു. ഇതായിരുന്നു കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി ഫീ എന്ന് പറയുന്നത്. ചെറിയ വേരിയേഷൻ ഉണ്ടാകാം. എല്ലാ വർഷവും കൂടാറാണ് പതിവ്, കുറയാറില്ല. ഓക്കെ. അപ്പം എന്താണ്, നിങ്ങൾക്ക് ആ ഫീ അടയ്ക്കേണ്ടി വരും. സാധാരണ കോളേജ് ജോയിനിങ്ങുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയുവാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരും, കുറേ കുട്ടികൾക്ക് സീറ്റ് കിട്ടും, ഫീസ് അടയ്ക്കും, ശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? കോളേജിൽ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടത്. ഈ വർഷം അങ്ങനെ തന്നെയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കേസ് എടുക്കുമ്പോൾ. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഫീസ് അടച്ച് ആ സീറ്റ് കൺഫേം ചെയ്യണം. ശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് കോളേജിലെത്തി നിങ്ങൾക്ക് കിട്ടിയ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പ്രിയ വിദ്യാർത്ഥികൾ, മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഗവൺമെൻറ് കോളേജിലെയും എയ്ഡഡ് കോളേജുകളിലെയും ഫീസിനെ കഴിഞ്ഞും കൂടുതലായിരിക്കും ഗവൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെയും അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജുകളിലെയും. ഗവൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജുകളിലും ഫീസ് അധികമായിരിക്കും. ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളെ സംബന്ധിച്ച് ഫീസ് അധികമായിരിക്കുമെന്നുള്ളത് ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് നിങ്ങൾ കോളേജിൽ പോയിട്ട് നിങ്ങൾ പ്രവേശനത്തിനായിട്ട് ഹാജരാവേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളായിരിക്കാം, ഇഷ്ടമില്ലാത്ത സ്കൂളായിരിക്കാം. നിങ്ങൾക്ക്
പെർമനൻ്റ് ആയിട്ടോ ടെമ്പററി ആയിട്ടോ ജോയിൻ ചെയ്യാം. ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചാൽ നിങ്ങൾക്ക് പെർമനൻ്റ് അഡ്മിഷൻ മാത്രമേ ഉള്ളൂ. ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കില്ല, കാരണം നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ഇല്ല. പക്ഷേ ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെ മറ്റേതൊരു ഓപ്ഷനും അലോട്ട്മെൻറ്റായി ലഭിച്ചാലും നിങ്ങൾക്ക് പെർമനൻ്റ് ആയോ ടെമ്പററി ആയോ സ്ഥിര നിയമനമോ സ്ഥിരമായോ താൽക്കാലികമായോ ജോയിൻ ചെയ്യാം. അത് നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് തന്നെ പെർമനൻറ്റ് ജോയിനിങ് മാത്രമേ ഉള്ളൂ. ടെമ്പററി ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കില്ലെന്നുള്ളത് ഓർത്തിരിക്കേണ്ടതാണ്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യം. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിച്ചില്ല, സെക്കൻഡ് അലോട്ട്മെൻറ്റിലാണ് ആദ്യമായിട്ട് സീറ്റ് ലഭിക്കുന്നത്, അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിലാണ് ആദ്യമായിട്ട് സീറ്റ് ലഭിക്കുന്നതെങ്കിൽ എന്നാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം? മാൻഡറ്ററി ഫീ നിങ്ങൾ അടയ്ക്കേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ ആദ്യമായിട്ടാണ് സീറ്റ് ലഭിക്കുന്നത്, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് കിട്ടിയില്ല, സെക്കൻഡ് കിട്ടി, അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് എടുക്കാൻ പറ്റുകയില്ല. നിങ്ങൾക്ക് മാൻഡറ്ററി ഫീ അടയ്ക്കാനുള്ള ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. ആ ഫീസ് അടച്ചതിന് ശേഷം മാത്രമേ അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുകയുള്ളൂ. എന്നാൽ ഫസ്റ്റിൽ സീറ്റ് കിട്ടി, യൂണിവേഴ്സിറ്റി ഫീ മാൻഡറ്ററി ഫീ അടച്ച വിദ്യാർത്ഥിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഡയറക്റ്റ് ആയിട്ട് അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടും. എന്നാൽ ഫസ്റ്റിലും സെക്കൻഡിലും കിട്ടിയില്ല, തേർഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് കിട്ടുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടില്ല, മാൻഡറ്ററി ഫീ അടയ്ക്കാനുള്ള വിൻഡോ വരും. അത് അടച്ചതിന് ശേഷം മാത്രമേ അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുകയുള്ളൂ. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചാൽ ഉടനെ അറിയാനുള്ളൊരു പ്രീമിയർ വീഡിയോ, കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പബ്ലിഷർ എന്ന് പറഞ്ഞൊരു പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാം. അപ്പോൾ പുതിയ കാണുന്ന മൈ നെയിം ഇസ് കൃത ഫ്രം റോസ്കറി ഫോർ ദ കരിയർ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്. ബൈ.